കാള പറ്റും, എന്നാൽ ഒരു വീട് കയറെടുത്താലോ? കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവമാണ് ഇന്ന് പല ആളുകളിലും കണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞതാണ്, 4 വർഷം വരെ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ കഴിയും. ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറയാൻ തെറ്റില്ല. 22 മാസം ഗർഭം ധരിച്ച ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. 17 മാസത്തോളം ഗർഭം ധരിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു സ്ത്രീയുടെ മറ്റൊരു ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. ബഹുമാന കോടമ്പുഴ ബാബ ഉസ്താദ് കർമ്മശാസ്ത്ര വിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രചിക്കുന്ന ഗ്രന്ഥമാണ് ഹുരാസ. അതിൽ വളരെ വ്യക്തമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. എന്താണ്? അക്കല്ലുൽ ഹംലി, അതായത് ഗർഭത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് സിത്തത്ത് അശ്ഹുർ, അത് 6 മാസമാണ്. അതിൽ ഏറ്റവും അധികരിച്ച എത്രയാണ്? അക്സറഹു 4 സിനീൻ. അത് ഗർഭത്തിന്റെ ഏറ്റവും അധികരിച്ച ഒരു സമയം, ഗർഭത്തിന്റെ ഏറ്റവും ഒരു അധികരിച്ച സമയം എന്ന് പറഞ്ഞാൽ അത് 4 വർഷമാണ്. കിതാബിലുണ്ടെങ്കിൽ ഓക്കെയാണ്. ഖുർആനും സഹീഹ് ബുഖാരിയും മുസ്ലിമും ഒക്കെ കഴിഞ്ഞ് അംഗീകരിക്കാൻ പറ്റുന്ന ഗ്രന്ഥമാകുമ്പോൾ അംഗീകരിക്കാം. എങ്ങനെ എവിടെ പറയണമെന്നുള്ള ഉദ്ദേശശുദ്ധി കറക്റ്റ് ആയതുകൊണ്ട് 2 പ്രാവശ്യം ഓക്കെയാണ്. പ്രസവ കേസ് എടുക്കുമ്പോൾ ഹോസ്പിറ്റലിലും കുട്ടികൾ മരിക്കാറുണ്ട്. സിഗരറ്റ് വലിച്ച് ക്യാൻസർ വരുത്തുന്നത് പോലല്ല വലിക്കാത്തവർക്ക് ക്യാൻസർ വരുന്നത്. പ്രസ്താവിക്കുന്നവർക്ക് 4 വർഷം ഗർഭത്തിലിരിക്കുന്നത് എത്രത്തോളം പ്രായോഗികമായി കാണിക്കാൻ പറ്റും? പാളക്കിതാബ് മാത്രം ഓതുന്നത് കൊണ്ടാണോ ഒരു മതേതര രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് എവിടെ എങ്ങനെ പറയണമെന്ന് തിരിച്ചറിയാതെ പോകുന്നത്? ഒരിക്കലുമല്ല. പിന്നെന്താണ്? അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. ഇതുപോലുള്ള ആത്മീയ തട്ടിപ്പുകൾ നേതാക്കന്മാർ കാണിക്കുമ്പോൾ ഏത് സത്താറിന്റെ അഡ്രസ്സ് എവിടുന്ന ഒരു ദിവസം 3 ഡയാലിസിസ് ചെയ്തിരുന്നത്? ആ സത്താർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊന്നും അണികളിൽ നിന്നും വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്. പാമ്പിനെ മർക്കസിൽ നിന്ന് ഇറക്കരുത്, ഞങ്ങൾ തരാം. പൊതുവേദിയിലൊന്ന് കൊത്തട്ട്, എന്നിട്ട് ആ പറഞ്ഞ മന്ത്രം ഉറക്കെ ഒന്ന് ജപിക്കും, നമ്മൾ കാണട്ടെ. പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ലാന്നും പാമ്പ് കടിച്ചാൽ മന്ത്രം ചൊല്ലി വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ അണികൾക്ക് ചമ്മന്തി വിളമ്പിയിട്ട് ഉസ്താദിന് രോഗം വന്നപ്പോൾ മന്ത്രമൊന്നും കണ്ടില്ല, നേരെ ഹോസ്പിറ്റലിൽ പോയി മട്ടൻ ബിരിയാണി കഴിച്ച് എന്ത്? ഇന്നിപ്പോ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജുണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. അന്നൊന്നും മരിച്ച ആളെ ജീവിപ്പിക്കുന്ന യുനാനി ചികിത്സ മർക്കസിൽ തുടങ്ങിയിട്ടില്ല. ഇനി മരിച്ചവരെയൊക്കെ മർക്കസിൽ തന്നെ ജീവിപ്പിച്ചാൽ മതി, കാണിച്ചു തന്നാ മതി. ഈ അൽ മഹദറത്തുൽ ബദരി എന്ന കിതാബ് ഇപ്പൊ ആവശ്യമുണ്ട് ദുബായില്. എന്നാൽ ഞാൻ ഈ മെഷീന്റെ മുകളിൽ ഇവിടെ വെക്കും, നമ്പർ അടിച്ച് സ്വിച്ച് ഇട്ടാൽ അവിടെ എടുക്കാൻ കിട്ടുമെന്ന്. പ്രിന്റ് അല്ല, അങ്ങനെ തന്നെ. ഈ ഒരു വാച്ച് ആവശ്യമുണ്ട്, ഇവിടെ വെച്ചാൽ അവിടെ കിട്ടും. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത് പറയുമ്പോ ഞമ്മക്ക് തോന്നുന്നു അതൊക്കെ നടക്കുമോ? മണ്ണെണ്ണയിൽ പൊരിക്കുന്നത് കൊണ്ടാണ്. ഒരു മണ്ണെണ്ണന്റെ വാസന അതിനുണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് ഇനി ഇതിനൊക്കെ തെളിവും കൊണ്ട് മുടിപ്പയ്യന്മാർ വരുമോ? തെളിവും കൊണ്ട് വരുമ്പോ AP ഉസ്താദിന്റെ മഹനീയ ജീവചരിതം രചിച്ച താളുകൾക്ക് മർക്കസിന്റെ അമൂല്യ നിധിയായ മുടിയുടെ കാവ്യം രചിക്കാൻ വിട്ടുപോയതിന്റെ തെളിവും കൂടി എടുത്തു തരും.